ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഇന്ന് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് സ്പോൺസർ ടാസ്ക്കാണ്. ടാസ്കിൻ്റെ പേര് ബിഗ് ബോസ് കഫേ. ഇതൊരു ഹെൽത്തി ഗ്രോസറിൻ്റെ ഒരു ബ്രാൻഡിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ടാസ്ക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ബിഗ് ബോസ് പറയുന്ന ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ 2 ടീമായിട്ടാണ് ഇവിടെ തിരിഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ടീം വന്നത് ടീം എയും ടീം ബിയും. ജഡ്ജസായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത് ഷാരിഖും നെവിനും അബീനയായിരുന്നു. ടീം എയിലുള്ള മെമ്പേഴ്സാണ് അനീഷ്, റെന, ശരത്ത്, അക്ബർ, ബിന്നി. ടീം ബിയിലുള്ളത് ആര്യൻ, അനുമോൾ, ശൈത്യ, ആദില, നൂറ, ഒനീൽ. ഓരോ ടീമിൽ നിന്ന് 2 പേര് വീതമാണ് വരേണ്ടത്. ഇതൊരു കുക്കിംഗ് ടാസ്ക് അല്ലായിരുന്നു ബിഗ് ബോസ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ ആദ്യം വന്നത് ടീം എന്ന് വന്നത് ജിസയിലും സരികയായിരുന്നു. അവർക്ക് കൊടുത്ത റെസിപ്പി എന്ന് പറയുന്നത് രസമായിരുന്നു. രണ്ടാമത് വന്നത് അനുമോളും ഷാനവാസ്. അവർക്ക് കിട്ടിയ റെസിപ്പി എന്ന് പറയുന്നത് മോക്ടെയിലാണ്. സരികയ്ക്ക് രസം ഉണ്ടാക്കാൻ അറിയുന്നില്ല. അപ്പം ബിന്നിയാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിസേനെ ഓൾറെഡി അറിയില്ലല്ലോ രസം എങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷേ സരികയും ജിസയിലും പെട്ടെന്ന് കഴിഞ്ഞു. ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് വേഗം അതവിടെ സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഷാനവാസും അനുമോളും കുറച്ച് ലേറ്റായി, ഒരു 2 മിനിറ്റ്സൊക്കെ ലേറ്റായി. അതുകൊണ്ട് നൂറയ്ക്കും ആദിലയ്ക്കും ശൈത്യയ്ക്കും കയറാൻ കുറച്ച് ടൈം എടുത്തു. രണ്ടാമത് വന്നതാണ് ഈ ടീം ബിന്ന് വന്ന ഇത്ര പേര്: ആദില, നൂറ, ശൈത്യ. ടീം എന്ന് വന്നത് ശരത്തും ബിന്നിയായിരുന്നു. അവർക്ക് കിട്ടിയത് മോരുവെള്ളമായിരുന്നു. ആദില, നൂറയ്ക്ക് ശൈത്യയ്ക്കും കിട്ടിയത് ചാറ്റ് മസാലയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ 2 ടീമുകളും അത് സബ്മിറ്റ് ചെയ്തു. ടാസ്ക് കംപ്ലീറ്റ് ആയി. അതിനുശേഷം നെക്സ്റ്റ് വന്നത് പ്രസൻറ്റേഷനാണ്. ടീം എന്ന് പ്രസൻറ്റ് ചെയ്തത് അക്ബറും റെനയും അനീഷാണ്. അവർ അത് സബ്മിറ്റ് ചെയ്തപ്പോൾ പണ്ട് കാലത്തെ കുറച്ച് ഹിസ്റ്ററീസൊക്കെ പറഞ്ഞ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ടീം ബിന്ന് വന്നത് ഒനീൽ, ആര്യൻ, രേണു. ഇവരിൽ ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്തത് ഒനീലാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അത് ഓൾറെഡി അറിയാമല്ലോ, നമുക്ക് ഷെഫാണ്. അത്രയും നല്ല രീതിയിലുള്ള പ്രസൻറ്റേഷൻ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ആര്യനും രേണും പറയുന്ന ചെറിയൊരു ടാഗ് ലൈൻ അടിപൊളിയായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിസൾട്ട് പറയുന്ന ടൈമാണ്. അതിന് നെവിനും ഷാരിഖും അബിയും കൂടിയിട്ട് എഴുന്നേറ്റ് വന്നിട്ട് സെൻറ്ററിൽ വന്നിട്ട് റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, അത് കൂടി അവിടെ പ്രസൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ജഡ്ജസ് എല്ലാവരും കൂടിയിട്ട് ഇതിൽ ആരാണ് ജയിച്ചെന്ന് പ്രഖ്യാപിച്ചത് ടീം ബീനിയാണ് എല്ലാ ജഡ്ജസും കൂടിയിട്ട് പറയുന്നത്. കാരണം അവരുടെ പ്രസൻറ്റേഷൻ അത്ര പൊളിയായതുകൊണ്ടാണ്. ജഡ്ജസ് അവർക്ക് ക്യാഷ് പ്രൈസ് കൊടുത്തു. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് വീണ്ടും വരാം.